ഹലോ ഗായ്സ്, ഇതാണ് നമ്മുടെ മുതിര കേട്ടോ. മുതിര നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്നെ പോലെ മുതിര, പരിപ്പ്, പയർ ഇങ്ങനെയുള്ള സാധനങ്ങളോട് ഒട്ടും താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാര്യം എനിക്ക് പയറിനോടും മുതിരേനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷേ തൃശ്ശൂർ വന്ന പിന്നെ അമ്മ ഇവിടെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടാണ് ഞാനിത് കഴിച്ചേട്ടോ. എനിക്കിപ്പോൾ ഇത് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഇത് ചെയ്യേണ്ടത് നമ്മൾ തലേദിവസം കുതിർത്തി വെച്ചതോ അല്ലെങ്കിൽ കുറച്ച് നേരത്തെ കുതിർത്തി വെച്ച മുതിരയാണിത്. അതെടുത്ത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു കുക്കറിലേക്ക് ഇടുക. ഒരു 2-3 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും അതേപോലെ ഇതേപോലെ 2 കഷ്ണം പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒരു 3-4 വിസിലടിച്ച് വേവിക്കുക കേട്ടോ. പിന്നെ ഒരു ചെറിയ കാര്യം കൂടി ചെയ്യാനുണ്ട്. അതായത് ഒരു അരക്കപ്പോളം തേങ്ങയും കുറച്ച് ജീരകവും പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ 2-3 ഉള്ളിയും കുറച്ചധികം വെളുത്തുള്ളി എടുക്കണം കേട്ടോ. വെളുത്തുള്ളി എൻ്റെ കയ്യിൽ തീർന്നു പോയി ഗൈസ്, ഞാനത് ഓർത്തില്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ള വെളുത്തുള്ളി വെച്ചിട്ട് നമ്മുടെ ഈ അവിയലിനൊക്കെ അരച്ചെടുക്കൂലേ, ജസ്റ്റ് ഒരു അടി അതേപോലെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ മിക്സിയിലിട്ടിട്ട്. ഭയങ്കരമായിട്ട് അരഞ്ഞു പോകരുതേ. ആ സമയം കൊണ്ട് നമ്മുടെ മുതിരയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിൽ നന്നായിട്ടൊന്ന് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ നന്നായി കുറച്ച് ഉള്ളിയുണ്ട്, ഒരു 4-5ഓളം ഉള്ളി നന്നായിട്ട് അരിഞ്ഞതാണോ അല്ലെങ്കിൽ ചതച്ചോ നമ്മൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടുണ്ടല്ലോ, അത് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ഒപ്പം വേണമെങ്കിൽ നമുക്ക് മുളക് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ നമ്മൾ ഇടിച്ച മുളക് അല്ലെങ്കിൽ ഉണക്ക മുളകാണ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചതച്ചിട്ട് കഴിക്കാനാണ് നമുക്കൊക്കെ ഇഷ്ടം കേട്ടോ. ഇതാണ് ഇതിൻ്റെ കുറച്ചും കൂടി ടേസ്റ്റ്. അപ്പോൾ ഈ ഒരു മുളക് സെപ്പറേറ്റ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ടൊരു സ്മെല്ല് വരും. ഈ വെളുത്തുള്ളിയുടെയും ജീരകത്തിൻ്റെയൊക്കെ ആയിട്ടുള്ളൊരു നല്ലൊരു സ്മെല്ല് വരാൻ നേരത്ത് നമ്മുടെ മുതിരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കിയാൽ നമ്മുടെ ആ ഗ്രേവി എല്ലാം അതിൻ്റെ അകത്ത് പിടിച്ച് സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് അത് കുക്കായി വരണം വരെ നോക്കിയിരിക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി, അധികം ഒന്നും വെക്കണ്ട, ഓൾറെഡി വെന്തതാണല്ലോ. അപ്പോൾ എന്നെപ്പോലെ ഇത് ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഇതേപോലെ ഒന്ന് വെച്ച് നോക്കിക്കോളൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതേപോലെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടാനും കൂടി മറക്കണ്ട കേട്ടോ. നിങ്ങളുടെ ഏരിയയിലൊക്കെ എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്നോ ഒന്ന് കമൻറ്റ് ഇട്ടേക്കൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്